വെൽക്കം ടു കിഡോ ഹെവൻ. അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും ഹാപ്പി ആയിട്ടല്ലേ ഇരിക്കുന്നത്? ഓക്കെ, എന്നാ നമുക്കിന്ന് അറബി പഠിച്ചാലോ? നമ്മൾ അറബിക്കിൽ ഒരു 4 ലെറ്റേഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതാരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഏതൊക്കെയായിരുന്നു ആ ലെറ്റേഴ്സ്? ഒന്ന് പറഞ്ഞേ. അലിഫ്, ബ, ത, സ. ഒന്നിടന്ന് പറഞ്ഞേ. അലിഫ്, ബ, ത, സ. ഓക്കെ, നമ്മള് ഈ 4 ലെറ്റേഴ്സും അതിന്റെ വേർഡ്സ് ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഓക്കെ, ഇന്ന് നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത് അറിയോ? ഈ സ കഴിഞ്ഞിട്ട് വരുന്ന നെക്സ്റ്റ് അറബിക് ലെറ്റർ ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അതേതാണെന്നറിയോ? ഞാൻ പറയട്ടെ. ജീം, ജീം, ജീം. ഞാൻ പറയുന്ന പോലെ ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ജീം, ജീം, ജീം. ഫ കഴിഞ്ഞ അടുത്ത ലെറ്റർ ഏതാണ്? ജീം, ജീം. ഒന്ന് പറഞ്ഞേ. ജീം, ജീം. ഓക്കെ, ഇനി നമുക്ക് ജി ലെറ്റർ എങ്ങനെ എഴുതാമെന്ന് നോക്കിയാലോ? എഴുതാൻ എളുപ്പമാണ്. അപ്പൊ നിങ്ങൾ ബോർഡിൽ ശ്രദ്ധിച്ചിരിക്കാം. ഓക്കെ, ആദ്യം ഇതുപോലെ വരയ്ക്കാം. ഇങ്ങനെ വരയ്ക്കാൻ നിങ്ങളെ കൊണ്ട് എല്ലാവരെ കൊണ്ടും കഴിയൂലേ? എളുപ്പല്ലേ ഇങ്ങനെ വരയ്ക്കാന്? ഓക്കെ, ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, ഇനി ഇവിടുന്ന് കണ്ടോ, ഇവിടുന്ന് റൈറ്റ് കേർവ് വരച്ചു കൊടുക്കാം. നമ്മള് ഇംഗ്ലീഷ് ലെറ്റർ സി പഠിച്ചു നോക്കുന്നില്ലേ? ആ സി ലെറ്റർ എഴുതി കൊടുക്കാം. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ, ആദ്യം നമ്മള് ഇങ്ങനെ വരച്ചു, എന്നിട്ട് നമ്മള് ആ ഇംഗ്ലീഷ് ലെറ്റർ സി എഴുതി കൊടുത്തു. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഇതിന്റെ നടുവില് ഒരു പുള്ളി, ഒരു ഡോട്ട് കൊടുത്താൽ എന്തായി? എന്തായി? ജീം. ഒന്ന് പറഞ്ഞേ. ജീം. ഇതാണ് സ കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത ലെറ്റർ ആയിട്ടുള്ള ജീം. ഒന്ന് പറഞ്ഞേ. ജീം. ഒന്ന് പറഞ്ഞേ. ജീം. എഴുതാൻ എളുപ്പല്ലേ? എങ്ങനെ എഴുതും? ആദ്യം ഇതുപോലെ വരയ്ക്കാം. എന്നിട്ട് ഇവിടെ നിന്ന് നമ്മളെ ഇംഗ്ലീഷ് ലെറ്റർ സി എഴുതി കൊടുക്കാം. ഇനി എന്ത് ചെയ്യാ? ആ നടുവിൽ ഒരു പുള്ളി കൊടുക്കാം. അപ്പൊ എന്തായി? ജി. ഒന്നുകൂടെ എഴുതി നോക്കാം. ഇങ്ങനെ വരച്ചു, ഇവിടെ നിന്ന് നമ്മൾ സി ലെറ്റർ എഴുതി നടുവിൽ ഒരു പുള്ളി കൊടുത്തപ്പോ എന്തായി? ജി. ഓക്കെ, ആദ്യം ഇങ്ങനെ വരച്ചു, എന്നിട്ട് ഇവിടെ നമ്മൾ ഇംഗ്ലീഷ് ലെറ്റർ സി എഴുതി കൊടുത്തു, നടുവിൽ ഒരു പുള്ളി കൊടുത്തപ്പോഴെന്തായി? ജി. നിങ്ങള് ഇങ്ങനെ പറഞ്ഞിട്ട് തന്നെ എഴുതി പഠിക്കണം കേട്ടോ. ആദ്യം നമ്മൾ കണ്ടോ, ഇങ്ങനെ വരയ്ക്കുക, എന്നിട്ട് സി ലെറ്റർ എഴുതി കൊടുക്കുക, നടുവിൽ ഒരു പുള്ളി കൊടുക്കുക. അപ്പൊ എന്തായി? ജി. ഒന്നുകൂടി കാണിച്ചു തരാം. ഇങ്ങനെ വരയ്ക്കുക, എന്നിട്ട് ഇവിടുന്ന് ഇംഗ്ലീഷ് ലെറ്റർ സി എഴുതി കൊടുക്കുക, നടുവിൽ ഒരു പുള്ളി കൊടുത്താൽ എന്തായി? ജി. ഒന്ന് പറഞ്ഞേ. ജി. ഒന്നുറക്കെ പറഞ്ഞേ. ജി. ഓക്കെ, ഇനി നമുക്ക് ഈ ജീം ലെറ്റർ വെച്ചിട്ട് ഒരു വാക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഞാൻ അതിന്റെ ചിത്രം നിങ്ങൾക്ക് കാണിച്ചു തരാം. കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? ഓക്കെ, ഇതെന്താണ് ഒന്ന് പറഞ്ഞേ. ആ മല. ഇതൊരു മലയുടെ ചിത്രാണ് അല്ലെ? ഈ മലയ്ക്ക് അറബിക്കില് ജീം ലെറ്റർ വെച്ചിട്ട് ഒരു പേര് പറയും. അതെന്താന്നറിയോ? ഞാൻ പറയട്ടെ. ജബലുൻ, ജബലുൻ, ജബലുൻ. ഒന്ന് പറഞ്ഞേ. ജബലുൻ. മലയ്ക്കാണ് എന്ത് പറയുന്നത്? ജബലുൻ. മലയ്ക്കാണ് എന്ത് പറയുന്നത്? ജബലുൻ, ജബലുൻ, ജബലുൻ. ഓക്കെ, അപ്പൊ നിങ്ങള് എക്സാമിന് ഈ മലയുടെ ചിത്രം കാണുമ്പോൾ എന്ത് പറഞ്ഞു കൊടുക്കണം? ജബലുൻ, ജബലുൻ. ഓക്കെ, ഇനി നമുക്ക് ഈ ജീം ലെറ്ററിനെ ഫതഹ്, കസ്ർ, ലം, സുകൂന് ഇവ ചേർത്താൽ എങ്ങനെ വായിക്കും എന്ന് നോക്കിയാലോ? ഓക്കെ, ഇതേതാ ലെറ്റർ? ജീം. ഓക്കെ, ഈ ജീമിന് ഞാൻ ഫതഹ് കൊടുത്തു. അപ്പൊ എന്തായി? ജ. ജീമിന് ഫതഹ് കൊടുത്താൽ ജ. ഓക്കെ, അടുത്തത് ജീമിന് കസ്ർ കൊടുത്താൽ ജി. ജീമിന് കസ്ർ കൊടുത്താൽ ജി. ഓക്കെ, ജീമിന് ലം കൊടുത്താൽ ജു.
ജീമിന് വമ്മ കൊടുത്താൽ ജു. ഓക്കെ, ജീമിന് സുകൂന് കൊടുത്താൽ ജ്. ജീമിന് സുകൂന് കൊടുത്താൽ ജ്. ഒന്ന് വായിച്ചേ. ജീം ജ ജി ജു ജ്. ജീം ജ ജി ജു ജ്. ഓക്കെ, ഇനി ഞാൻ ഇവിടെ ഒരു അറബിക് വാക്ക് എഴുതാൻ പോവാണ്. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കിക്കേ. ഇതെന്താ വായിക്കാന്നറിയോ? ജബലുൻ. ഒന്ന് പറഞ്ഞേ. ജബലുൻ. ഒന്ന് പറഞ്ഞേ. ജബലുൻ. ഒന്നുകൂടെ ഉറക്കെ പറഞ്ഞേ. ജബലുൻ. ഇതെന്താ വായിക്കാ? ജബലുൻ. ഓക്കെ, ജബലുൻ എന്ന് പറയുമ്പോ ജീമിന് ഫതഹ ആയിരിക്കും വരുന്നത്. ജബലുൻ എന്ന് പറയുമ്പോ ജീമിന് ഫതഹ ആണ് വരുന്നത്. അത് നിങ്ങൾ ഓർത്ത് വെക്കണം. ഓക്കെ, ജബലുൻ എന്ന് പറയുമ്പോ ജീമിന് എന്താണ്? കസ്റാണോ? അല്ല. ലമ്മാണോ? അല്ല. എന്താണ്? ഫതഹ ആണ് വരുന്നത്. ജബലുൻ എന്ന് പറയുമ്പോ ജീമിന് ഫതഹ ആണ് വരുന്നത്. ഓക്കെ, ഇനി എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തേ. അതിൽ പേജ് നമ്പർ 11 എടുത്തോ. അതില് ഏത് ലെറ്റർ കൊടുത്തിട്ടുണ്ട്? ജീം. ഒന്ന് പറഞ്ഞേ. ജീം. ജീം വെച്ചിട്ട് എന്തോ ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ. എന്താണ്? ജബലുൻ. ഓക്കെ, ഇവിടെ ജബലുൻ എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെ താഴെ ബോക്സിൽ നിങ്ങൾക്ക് എഴുതാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അവിടെ വൃത്തിയായിട്ട് ഒന്ന് എഴുതി പഠിക്കാം. ഓക്കെ, പിന്നെ ഇവിടെ ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. എന്താണെന്നറിയോ? കളർ ദ പിക്ചർ. ഇവിടെ എന്തോ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ടല്ലോ. ഇത് എന്താണ്? എന്താണ്? ആ മലയാണ്. മലയ്ക്ക് നമ്മൾ അറബിക്കിൽ ഒരു പേര് പഠിച്ചല്ലോ. എന്തായിരുന്നു? ജബലുൻ. ഇവിടെ എന്ത് പിക്ചറാണ് കൊടുത്തിട്ടുള്ളത്? ജബലുൻ. ഓക്കെ, അപ്പൊ നിങ്ങള് ഈ ജബലുൻ എന്ന് പറയുന്ന ഈ പിക്ചറിനെ നിങ്ങൾ നല്ല വൃത്തിയായിട്ടൊന്ന് കളർ ചെയ്യാം. ഞാൻ ഇവിടെ കളർ ചെയ്ത് നിങ്ങൾ കാണുന്നില്ലേ? അപ്പൊ ഇതുപോലെ നിങ്ങളൊന്ന് കളർ ചെയ്യാം. ഓക്കെ, അപ്പോ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. Like and subscribe.